ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻഡേഴ്സൺസ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നീക്സ് എന്ന +1 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ 12ാമത്തെ ചാപ്റ്ററിനെ ആസ്പദമാക്കി മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള നീറ്റ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 2ാം ഭാഗമാണ്. അപ്പോൾ 1ാം ഭാഗം കാണാത്ത സുഹൃത്തുക്കൾക്കായി വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2020 നീറ്റിൽ ചോദിച്ച ചോദ്യം, അതായത് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. A tertiary butyl carbocation is more stable than a secondary butyl carbocation because of which of the following? Secondary butyl cationനെക്കാളും secondary butyl carbocationനെക്കാളും tertiary butyl carbocation ആണ് more stable. അതിന്റെ കാരണമാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതിന്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. ഹൈപ്പർ കോൺജുഗേഷൻ. എന്തുകൊണ്ടാണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞത്? ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ നോക്കുക ടെക്സ്റ്റ് ബുക്കിലെ. ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത് കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലെ സിഗ്മ ഇലക്ട്രോണുകളുടെ ഡീലോക്കലൈസേഷൻ ആണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡീലോക്കലൈസേഷൻ സംഭവിക്കുന്നത്? തൊട്ടടുത്ത് കാണുന്ന അൺഷെയർഡ് ഓർബിറ്റലിന്റെ പ്രസൻസിൽ ഉണ്ടാകുന്ന ഡീലോക്കലൈസേഷൻ ആണ് ഹൈപ്പർ കോൺജുഗേഷൻ. എന്താണ്? കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലെ സിഗ്മ ഇലക്ട്രോണുകളുടെ ഡീലോക്കലൈസേഷൻ. എന്തുകൊണ്ടാണ് ഡീലോക്കലൈസേഷൻ ഉണ്ടാകുന്നത്? തൊട്ടടുത്ത് കാണുന്ന കാർബണിലെ അൺഷെയർഡ് പി ഓർബിറ്റലിന്റെ പ്രസൻസിൽ CH ബോണ്ടിലെ സിഗ്മ ഇലക്ട്രോണുകളുടെ ഡീലോക്കലൈസേഷൻ ആണ് ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പോൾ നമ്മൾ ടെർഷ്യറി ബ്യൂട്ടൈൽ കാർബോകാറ്റയോൺ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. സെക്കൻഡറി ബ്യൂട്ടൈൽ, അതുപോലെ ഐസോ ബ്യൂട്ടൈൽ, ടെർഷ്യറി ബ്യൂട്ടൈൽ, സെക്കൻഡറി ബ്യൂട്ടൈൽ എന്നൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ടെർഷ്യറി ബ്യൂട്ടൈൽ ആണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ടെർഷ്യറി ബ്യൂട്ടൈലിന്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. ഓരോ സെന്ററിൽ വരുന്ന കാർബൺ, പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ തൊട്ട് 3 കാർബണുകളുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഇനി ഈ ഓരോ കാർബണും എന്താണ്? 3 ഹൈഡ്രോജൻസുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഇതാണ് ടെർഷ്യറി ബ്യൂട്ടൈൽ. ഇനി സെക്കൻഡറി ബ്യൂട്ടൈൽ നമുക്ക് വരയ്ക്കാം. 1 2 3 4 4 കാർബൺ വരണം. അപ്പൊ സെക്കൻഡറി വരുമ്പോൾ എന്താണ്? 4 കാർബൺ വരണം. പക്ഷെ സെക്കൻഡറി കാർബൺ ആയിട്ടായിരിക്കും വരേണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെ വരണം? ഓക്കെ, ഇതാണ് ടെർഷ്യറി ബ്യൂട്ടൈൽ, ഇതാണ് സെക്കൻഡറി ബ്യൂട്ടൈൽ. ഇനി ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകളിലെ സിഗ്മ ഇലക്ട്രോണുകളുടെ ഡീലോക്കലൈസേഷൻ ആണ്. അപ്പോൾ എത്രത്തോളം ഡീലോക്കലൈസേഷൻ നടക്കുന്നുവോ അത്രത്തോളം സ്റ്റെബിലിറ്റി കൂടും. നമുക്കിവിടെ ടെർഷ്യറി ബ്യൂട്ടൈൽ നോക്കാം. ആദ്യം ഈ കാണുന്ന കാർബൺ, ഇത് ഞാനിവിടെ C1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് C1, ഇത് C2, ഇത് C3 അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ C1 എന്ന് പറയുന്ന കാർബണുകളിലെ കാർബൺ ഹൈഡ്രോജൻ ബോണ്ടുകളുടെ ഡീലോക്കലൈസേഷൻ വഴി C+ ഉണ്ടാകുന്ന ഹൈപ്പർ കോൺജുഗേഷൻ നമുക്ക് പരിശോധിക്കാം. അതിന്റെ ഫസ്റ്റ് സ്ട്രക്ചർ എങ്ങനെ വരും? ഇവിടെ ഈ കാർബണുമായിട്ട് ഡബിൾ ബോണ്ട് വരും. എന്നിട്ട് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഹൈഡ്രോജൻ, ഇവിടുത്തെ കാർബൺ ഹൈഡ്രോജൻ ബോണ്ട് ബ്രേക്ക് ആയിട്ട് പകരം ഇവിടെ ഒരു പ്ലസ് വരും. ഓക്കെ, ഇത് ഒരു പോസിബിലിറ്റി ആണ്. ഇനി സെക്കൻഡ് പോസിബിലിറ്റി എങ്ങനെ വരും? സെക്കൻഡ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ബോണ്ട് ബ്രേക്ക് ആകും, അതിനുശേഷം ഈ ഹൈഡ്രോജന്റെ പ്ലസ് വരും. ഓക്കെ, തേർഡ് പോസിബിലിറ്റി ഒക്കെ എങ്ങനെ വരും? ഈ ബോണ്ട് ഇവിടെ ഞാൻ വരയ്ക്കുന്നു, പകരം
ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഇവിടുത്തെ ഹൈഡ്രോജനിൽ പോസിറ്റീവ് ചാർജ് വരും. അങ്ങനെ 3 ചാൻസസ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ 3 കാർബൺ ഉണ്ട്. അപ്പോൾ 3 × 3 9 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ ഹൈപ്പർ കോൺജുഗേറ്റ് ഇഫക്റ്റ് കൂടുതലാണ്. ഇനി നമുക്ക് ഇവിടെ നോക്കാം, C1 ഇത് C2. ഓക്കെ, ഈ 2 കാർബണുകളാണ് പ്ലസ് ചാർജ് വരുന്ന കാർബണുമായിട്ട് ലിങ്ക് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രോട്ടോൺസ് ആണ് വരുന്നത്? 1 2 3 4 5. അപ്പോൾ ഇവിടെ 5 പ്രോട്ടോണുകൾ, 5 CH ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നെങ്കിൽ ഇവിടെ 9 വരും. അപ്പോൾ ഹൈപ്പർ കോൺജുഗേറ്റ് ഇഫക്റ്റ് ടെർഷ്യറി ബ്യൂട്ടൈനാണ് കൂടുതൽ. അതിന്റെ കാരണം എന്താണ്? ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. നിങ്ങൾക്ക് ഈ വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2019 ഒഡീഷ നീറ്റിൽ ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യവും ഹൈപ്പർ കോൺജുഗേഷന്റെ തന്നെ മോഡലാണ്. നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യം, The most stable carbocation among the following. താഴെ കൊടുത്തിരിക്കുന്ന കാർബോകാറ്റയോണുകളിൽ ഏറ്റവും സ്റ്റേബിൾ ഏത് എന്നാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ പ്ലസ് ചാർജ് വരുന്ന കാർബൺ നിങ്ങൾ നോക്കുക. പ്ലസ് ചാർജ് വരുന്ന കാർബൺ, ഓക്കെ, പ്ലസ് ചാർജ് ഇവിടെയാണ് കിടക്കുന്നത്. സോ പ്ലസ് ചാർജ് വരുന്ന കാർബൺ നോക്കുക. ആ കാർബണുമായിട്ട് എത്ര കാർബൺ ആറ്റംസ് ലിങ്ക്ഡ് ആണെന്ന് നോക്കുക. ഇവിടെ ഓപ്ഷൻ എയിൽ നമുക്ക് 2 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത് അല്ലെ. ഈ കാർബൺ ആറ്റം എടുത്ത് നമുക്ക് ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്. ഇനി ഈ കാർബണുകളിൽ എത്ര ഹൈഡ്രോജൻസ് ഉണ്ടെന്ന് നോക്കാം. ഈ കാണുന്ന കാർബണിൽ ഇവിടെ 3 ഹൈഡ്രോജൻസ് ഉണ്ട്. എന്നാൽ ഇവിടെയാണെങ്കിലോ ഹൈഡ്രോജൻസ് ഇല്ല. പകരം ഈ കാർബൺ അറ്റാച്ച് ചെയ്യുന്ന കാർബണിലാണ് ഹൈഡ്രോജൻസ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ഹൈഡ്രോജൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആൽഫ ഹൈഡ്രോജൻസ് എടുക്കുമ്പോൾ എത്ര ഹൈഡ്രോജൻസ് വരും? ഇതെങ്ങനെ ആൽഫ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ ഈ എടുക്കുന്ന കാർബൺ, ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ എങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ഫസ്റ്റ് കാർബൺ നമ്മൾ ആൽഫ എന്നെടുക്കും. അപ്പൊ ഇതും ആൽഫയാണ്, ആൽഫ കാർബൺ. ഹൈഡ്രോജൻസ് ആണെങ്കിലോ ആൽഫ ഹൈഡ്രോജൻസ്. ഇത് നമ്മൾ സാധാരണ ഒരു മോളിക്യൂളിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് പറയുമ്പോഴാണ് നമ്മൾ ആൽഫയും ബീറ്റയും ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് അത് നിങ്ങളുടെ പൊസിഷൻ പറയാൻ വേണ്ടി ഞാൻ ആൽഫ ഡിനോട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രോജൻസ് എത്ര വരും? ഓപ്ഷൻ എയിലെ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രോജൻസ് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഓപ്ഷൻ എയിലെ ആൽഫ ഹൈഡ്രോജൻസ് 3 ആണ്. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് ആൽഫ വരുന്നത്? ഇവിടെയും ഇവിടെയും. ഓക്കെ, ഇവിടെ എത്ര ഹൈഡ്രോജൻസ് ആണുള്ളത്? 2 + 2 2 + 2 4 ആൽഫ ഹൈഡ്രോജൻസ് ആണ് ഓപ്ഷൻ ബി യിൽ വരുന്നത്. ഇനി ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സിയിൽ ഈ സൈഡിൽ 3, ഈ സൈഡിൽ 2. സോ 3 + 2 5 ആൽഫ ഹൈഡ്രോജൻസ് ആണ് ഓപ്ഷൻ സി യിൽ വരുന്നത്. ഇനി ഓപ്ഷൻ ഡി നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡിയിലെ ആൽഫ എന്ന് പറയുന്നത് ഈ ഒരു കാർബൺ മാത്രമാണ്. ഈ കാർബൺ ആൽഫ അല്ല, ഇതിൽ നിന്ന് സെക്കൻഡ് ആയതുകൊണ്ട് ബീറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ ആൽഫ ഹൈഡ്രോജൻസ് എത്രയാണ് വരുന്നത്? ഇവിടെ 2. ഇവിടെ എത്രയാണ്? 2. അപ്പോൾ എത്ര നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രോജൻസ് ആണുള്ളത്? ഏറ്റവും കൂടുതൽ എവിടെയാണോ വരുന്നത് അവിടെയാണ് ഹൈപ്പർ കോൺജുഗേഷൻ കൂടുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. കാരണം ഓപ്ഷൻ സിയിലാണ് ഏറ്റവും കൂടുതൽ ആൽഫ ഹൈഡ്രോജൻസ് വരുന്നത്. അപ്പോൾ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുന്നത് ഇവിടെ ഓപ്ഷൻ സി ആണ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഹൈപ്പർ കോൺജുഗേഷന്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഈ ചോദ്യം. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ടോട്ടോമറിസവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് ചോദിച്ചിരിക്കുന്നത് 2016 നീറ്റ് 2-ലാണ്. Which among the given molecules can exhibit tautomerism? ടോട്ടോമറിസം എന്ന് പറയുന്നത് ഐസോമറിസം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടോട്ടോമറിസം ആ ഒരു പോർഷനിൽ പറയുന്നില്ല. പക്ഷേ ടോട്ടോമറിസം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ എൻട്രൻസ് പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ടോട്ടോമറിസം എന്ന് അത് നോക്കാം. ഞാനിവിടെ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ഒരു കീറ്റോൺ ആണ്. കീറ്റോൺ സി ഡബിൾ ബോണ്ട് ഓ ആണ് കീറ്റോൺ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇവിടെ CH3 ഇതാണ് കീറ്റോൺ. ഈ കീറ്റോണിൽ ഈ കാണുന്ന ഇവിടെ ഇതാണ് സി ഡബിൾ ബോണ്ട് ഓ എന്ന് പറയുന്നതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്.
അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആദ്യത്തെ കാർബൺ നമ്മൾ എന്ത് വിളിക്കും? ആൽഫ കാർബൺ. അപ്പോൾ ഇവിടെ ഒരു ആൽഫ കാർബൺ, ഇവിടെയും ഒരു ആൽഫ കാർബൺ. ഇനി അപ്പോൾ എത്ര ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്? 3 + 3 6 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ടോട്ടോമർസം എന്ന് പറയുന്നത് നമുക്ക് കീറ്റോൺ ഫങ്ഷൻ ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ അവിടെ അതിന് അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ആൽഫ കാർബൺ അടങ്ങിയിരിക്കുന്ന ഒരു ഹൈഡ്രോജൻ അപ്പോൾ ഒരു ആൽഫ ഹൈഡ്രോജൻ സി ഡബിൾ ബോണ്ട് ഓയിലേക്ക് ഷിഫ്റ്റ് ആവുകയും ഈ ബോണ്ട് എന്ന് പറയുന്നത് ആൽക്കഹോൾ ആയിട്ട് മാറും. അതായത് CO എന്ന് പറയുന്നത് OH ആയിട്ട് മാറും. ഇനി ഇത് ഒരു ഇക്വിലിബ്രിയത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് എക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും നമുക്ക് നോക്കാം. C ഇവിടെ OH, ഓക്കെ, C സിംഗിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് H. ഇനി ബാക്കിയുള്ള വാലൻസി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് CH3 തന്നെ വരും, മാറ്റണ്ട, CH3. ഇവിടെ ഡബിൾ ബോണ്ട് CH2 എന്ന് വരും. അപ്പോൾ കീറ്റോണിന്റെ അടുത്ത് കാണുന്ന ആൽഫ കാർബണിലുള്ള ഹൈഡ്രോജൻ എന്ത് ചെയ്യുന്നു? ഒരു ഹൈഡ്രോജൻ ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും നമുക്ക് ഇങ്ങനെ ഒരു ഫോം ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ ഫോമിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? ആൽക്കഹോൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓൾ എന്ന് എൻഡ് ചെയ്യണം സഫിക്സ്. ഇനി ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട് വന്നു. അപ്പോൾ ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ നമ്മൾ ഈൻ എന്നാണ് പറയുന്നത് അല്ലേ? സിംഗിൾ ബോണ്ട് എങ്കിൽ എയിൻ, ഡബിൾ ബോണ്ട് എങ്കിൽ ഈൻ, ട്രിപ്പിൾ ബോണ്ട് എങ്കിൽ ഐൻ. ഇവിടെ ഡബിൾ ബോണ്ട് ആകുമ്പോൾ ഈൻ, അപ്പോൾ ഈനോൾ എന്ന് പറയുന്നത്. ഈനോൾ, ഇത് കീറ്റോ. അപ്പോൾ ഈ കാണുന്ന ടോട്ടോമർസ്, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടോട്ടോമർസിന്റെ പേരെന്ന് പറയുന്നത് കീറ്റോ ഈനോൾ ടോട്ടോമർസമാണ്. എന്താണ്? കീറ്റോ ഈനോൾ ടോട്ടോമർസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവമാണ് ഈ കാണുന്ന 3 സ്ട്രക്ചറുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ നമുക്ക് പരിശോധിക്കാം. നമ്മൾ കീറ്റോ ഈനോൾ ടോട്ടോമർസം എടുക്കുകയാണെങ്കിൽ ആൽഫ കാർബണിൽ ശ്രദ്ധിച്ചു നോക്കുക, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണും ആൽഫ കാർബണുമായിട്ടാണ് നമുക്ക് അൺസാച്ചുറേഷൻ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് വരേണ്ടത്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? കീറ്റോൺ. ഇവിടെ അപ്പോൾ നമുക്ക് ആൽഫ കാർബൺസ് ഇവിടെയുണ്ട്, പിന്നെ ഇവിടെയും ഉണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഈ എക്സാമ്പിൾ ആണെങ്കിലോ ഈ കാർബണും ഈ കാർബണും. ഓക്കെ, അപ്പൊ നമുക്ക് ആൽഫ കാർബൺസ് മനസ്സിലായി. ഇനി ആൽഫ ഹൈഡ്രോജൻസ് പരിശോധിക്കാം. ഓപ്ഷൻ നമുക്ക് ഇവിടെ റോമൻ നമ്പർ 1 നോക്കാം. ഈ കാണുന്ന കോർണറിൽ നമുക്ക് 3 ലൈനുകൾ പോയിട്ടുണ്ട്. അതായത് 3 കാർബണുമായിട്ട് ലിങ്ക്ഡ് ആണ്. അവിടെ ഒരേ ഒരു ആൽഫ ഹൈഡ്രോജൻ മാത്രമേ ഉള്ളൂ. താഴത്തെ ആൽഫ കാർബണും അതേ കേസ് തന്നെയാണ്. നമുക്ക് 3 ലൈനുകൾ പോയിട്ടുണ്ട്. അതിനർത്ഥം അവിടെ ഒരേ ഒരു ആൽഫ ഹൈഡ്രോജൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ 2 ഹൈഡ്രോജൻസ് എങ്കിലും മിനിമം വേണം. ഇവിടെ നമുക്ക് 3 ഉണ്ട്, 2ഓ 3ഓ എങ്കിലും വേണം. എങ്കിലേ അത് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഡബിൾ ബോണ്ട് വരികയുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ പോസിബിൾ അല്ല. ഇനി റോമൻ നമ്പർ 2 നോക്കാം. റോമൻ നമ്പർ 2-ലും ഇവിടെ ഒരു ആൽഫ ഹൈഡ്രോജൻ ആണുള്ളത്, ഒരു ആൽഫ ഹൈഡ്രോജൻ. ഓക്കെ, ഒരു ആൽഫ ഹൈഡ്രോജൻ, ഇവിടെയും ഒരു ആൽഫ ഹൈഡ്രോജൻ, ഒരു ആൽഫ ഹൈഡ്രോജൻ. ഇനി ഇവിടെ നോക്കാം. ഈ കാർബണിൽ ഹൈഡ്രോജനേ ഇല്ല. കണ്ടോ, ഈ കാർബണിൽ ഹൈഡ്രോജനേ ഇല്ല. കാരണം 2 ഫീനൈൽ ഗ്രൂപ്പുകൾ ലിങ്ക്ഡ് ആണ്. ഇപ്പോഴേ കാർബണിന്റെ 4 ബാലൻസിംഗ് സാറ്റിസ്ഫൈഡ് ആണ് വിത്ത് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഇത് ഇവിടെ ആൽഫ ഹൈഡ്രോജൻ ഇല്ല. ഇനി തേർഡ് റോമൻ നമ്പർ 3 നോക്കാം. റോമൻ നമ്പർ 3-ൽ ഈ കാണുന്ന ആൽഫ കാർബണിൽ ഒരു ഹൈഡ്രോജൻ ഉണ്ട്, എന്നാൽ താഴെ കാണുന്ന ആൽഫ കാർബണിൽ നമുക്ക് 2 ഹൈഡ്രോജൻ ഉണ്ട്. കാരണം കാർബൺ ടെട്രാവാലന്റ് ആണ്. അപ്പോൾ 2 ബോണ്ട്സ് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അഡീഷണൽ 2 ബോണ്ടുകൾ നമുക്ക് H കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് CH2 ഉണ്ട്. അപ്പോൾ ആൽഫ കാർബണും ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബണുമായിട്ടാണ് ഡബിൾ ബോണ്ട് വരേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ഡബിൾ ബോണ്ട് ഇവിടെയാണ്. ഇങ്ങനെ വരികയും ഈ ബോണ്ട് ഇവിടത്തെ ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ടായി ഇവിടെ ഒരു H വരും. ഓക്കെ,
പകരം ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോകും. ഇതാണ് നമ്മുടെ കിട്ടുന്ന ടോട്ടോമറിസം. ഈനോൾ ടോട്ടോമറിസം അനുസരിച്ച് തൊട്ട് നേരത്തെ നമ്മൾ കണ്ടിരുന്ന സ്ട്രക്ചർ ടോട്ടോമറിസത്തിന് വിധേയമായി ഈ കാണുന്ന ഈനോൾ ഫോമിലേക്ക് മാറുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ 3 സ്ട്രക്ചറുകളിൽ റോമൻ നമ്പർ 3ക്ക് മാത്രമാണ് ടോട്ടോമറിസം എക്സിബിറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതായത് നമ്മുടെ ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, റോമൻ നമ്പർ 3 ഓൺലി. എന്താണ് റോമൻ നമ്പർ 3 ഓൺലി? ഇതാണ് നമ്മുടെ ശരിയുത്തരം. നിങ്ങൾക്ക് ഇത് ഈ ഒരു എക്സ്പ്ലനേഷൻ മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് ടോട്ടോമറിസത്തെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടോമറിസം എന്ന പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ ദയവായി നോക്കിക്കൊണ്ട് പോവുക. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് -I ഇഫക്റ്റിനെ, അതായത് ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. Which of the following is correct with respect to -I effect of the substituents? അതില് നമുക്ക് പറയുന്നുണ്ട്, നമ്മൾ R എന്ന് കൊടുത്തിരിക്കുന്നതെല്ലാം ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. R എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഈ 4 ഓപ്ഷനുകളിൽ -I ഇഫക്റ്റിന്റെ ഓർഡർ ആണ് ചോദിക്കുന്നത്. പഴയതുപോലെ തന്നെ നമ്മൾക്ക് ആദ്യം സൈൻ നോക്കാം. സൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ലെസ് ദാൻ ആണ്. അപ്പോൾ ചെറുത് തുടങ്ങി വലുതിലേക്ക് പോയിരിക്കുന്നു. നമുക്ക് നോക്കാം. ഇവിടെ നൈട്രോജൻ ആണ് NH2 വന്നിരിക്കുന്ന ഇലക്ട്രോനെഗറ്റീവ് ആയ ആറ്റം. ഇവിടെ ഓക്സിജൻ, ഇവിടെ ഫ്ലോറിൻ. ഇനി -I ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? -I ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവിടെ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണെങ്കിൽ അത് തൊട്ടടുത്ത് കാണുന്ന കാർബണിൽ നിന്ന് ഇലക്ട്രോണിനെ ഇലക്ട്രോൺ നെഗറ്റീവ് ആയ ഇലമെന്റിലേക്ക് അട്രാക്ട് ചെയ്യും. അത് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യും. അപ്പൊ ആ ഇലമെന്റിലേക്ക് ഇലക്ട്രോണിനെ അത് പുള്ള് ചെയ്യുമ്പോൾ അത് -I ഇഫക്റ്റ് ആണ്. +I ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ റിച്ച് ആയ സ്പീഷീസ് ആയിരിക്കും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ +I ഇഫക്റ്റ് കാണിക്കും. നമ്മുടെ ചോദ്യം -I ഇഫക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോ നെഗറ്റീവ് ആയ എലമെന്റുകളെ പറ്റി നമുക്ക് പരിശോധിച്ചാൽ മതി. ഇനി നമുക്കിവിടെ നൈട്രോജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നമ്മൾ പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോൾ നമുക്കൊരു പീരിയോഡിക് ട്രെൻഡ് ഉണ്ട്. നമ്മൾ എപ്പോഴും നമ്മൾ പഠിച്ച കാര്യത്തെ ബേസ് ചെയ്ത് സിമ്പിൾ ആയ കാര്യങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കുക. എന്താണ് നൈട്രോജൻ, ഓക്സിജൻ, ഫ്ലോറിൻ ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ? അക്രോസ് എ പീരിയഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ -I ഇഫക്റ്റും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നൈട്രോജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, അമീൻ, OR എന്ന് പറയുമ്പോൾ അത് ഈഥർ, ഹാലജൻ. അപ്പോൾ ഇത് ഈ ഓപ്ഷൻ ശരിയാണ്, ഓപ്ഷൻ എ ശരിയാണ്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഇവിടെ പരിശോധിക്കാം. ഇവിടെ NR2 ORF, നൈട്രോജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, ആൽക്കൈൽ, ഓക്കെ, ഫ്ലോറിൻ. ഇവിടെയും എന്ത് തന്നെയാണ്? ഇതേ ഓർഡറാണ് വരുന്നത്. ഇവിടെയും ലെസ് ദാൻ ആണ് എന്ന് പറയുമ്പോൾ ചെറുത് തുടങ്ങി വലുതിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നെയാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നത് ഫ്ലോറിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബിയും ശരിയുത്തരമാണ്. ഓക്കെ, ഓപ്ഷൻ ബിയും ശരിയുത്തരമാണ്. നിങ്ങളത് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. സാധാരണ നിങ്ങൾക്ക് ഒരേ ചോദ്യത്തിൽ 2 ശരിയുത്തരം വരില്ല. പക്ഷെ നമുക്കിവിടെ നമ്മളെ -I ഇഫക്റ്റിന്റെ രീതിയും പിന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ കേസ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ശരിയായിട്ട് വരുന്നു. ഒരു പക്ഷേ ഈ 2 ഓപ്ഷൻസ് വ്യത്യസ്ത ചോദ്യങ്ങളിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നത്. 3ാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. NH2ORF. ഇവിടെ ഗ്രേറ്റർ ദാൻ സൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോവുക. സോ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയ ഫ്ലോറിൻ ആദ്യം വരണം. ഇവിടെ കൊടുത്തിരുന്ന ലീസ്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി എന്താണ്? NR2ORF. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്ന ഓർഡർ ആണ്. ഇവിടെ നമുക്ക് ലെസ് ദാൻ സൈൻ ആണ് വരേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ സൈൻ. അതായത് നൈട്രോജൻ കണ്ടെയ്നിങ് ആൽക്കൈൽ ഗ്രൂപ്പിലാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ അല്ലെങ്കിൽ ഫ്ലോറിനെക്കാളും -I ഇഫക്റ്റ് കാണിക്കുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് റോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ
എക്സ്പ്ലനേഷൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2018 നീറ്റിൽ ചോദിച്ച ചോദ്യമാണ്. Which of the following carbocations is expected to be more stable? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏത് കാർബോകാറ്റയോൺ ആണ് more stable? Which of the following carbocations is expected to be more stable? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് Y എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോഫൈൽ ആണ്. എന്താണ് Y എന്ന് പറയുന്നത്? ഇലക്ട്രോഫൈൽ ആണ്. എന്താണ് ഇലക്ട്രോഫൈൽ? ഇലക്ട്രോഫൈൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുകളെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സ്പീഷീസ് ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിയോഫൈൽ ആണെങ്കിലോ പോസിറ്റീവ് ചാർജ്, ന്യൂക്ലിയസിലെ ചാർജ് എന്താണ്? പോസിറ്റീവ്. സോ പോസിറ്റീവ് ചാർജ് ഇഷ്ടപ്പെടുന്നവയാണ് ന്യൂക്ലിയോഫൈൽ. ഇവിടെ വേണ്ടത് ഇലക്ട്രോണുകളെയാണ്. Y എന്ന് പറയുന്ന സ്പീഷീസിന് വേണ്ടത് ഇലക്ട്രോണുകളെയാണ്. ഇലക്ട്രോഫൈൽ ആണ് Y. അങ്ങനെയെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് സ്റ്റേബിൾ എന്നാണ് ചോദ്യം. ഇനി നമുക്ക് പരിശോധിക്കാം. ഈ 4 ഓപ്ഷനുകളിൽ ഈ 4 സ്ട്രക്ചറുകളിൽ നമുക്ക് വന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നൈട്രോ ഗ്രൂപ്പാണ്. എന്താണ് നൈട്രോ ഗ്രൂപ്പ്? നൈട്രോ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? നൈട്രോജനും ഓക്സിജനും രണ്ടും ഇലക്ട്രോ നെഗറ്റീവ് ആയ എലമെന്റ് ആണ്. നൈട്രോജന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും 2 ഓക്സിജൻ ഇത് വരുന്നുണ്ട്. സോ NO2 എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്നത്, അതായത് ഗ്രൂപ്പ് ഡൊണേറ്റ് ചെയ്യില്ല, പകരം ഇലക്ട്രോണുകളെ ഗ്രൂപ്പിലേക്ക് ആകർഷിക്കുന്നത്. ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നൈട്രോ ഗ്രൂപ്പ്. അത്തരം ഗ്രൂപ്പ് ഒരു ബെൻസീൻ സിസ്റ്റത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ നൈട്രോ ബെൻസീനിന്റെ റെസൊണൻസ് സ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിൽ ഇത് നൈട്രോ ബെൻസീൻ ആണെങ്കിൽ ഇത് ഇലക്ട്രോൺ പെയറുകളെ ബെൻസീൻ റിംഗിൽ നിന്ന് ഇലക്ട്രോണിനെ NO2 വിഡ്രോ ചെയ്യുകയും അതിന്റെ ഫലമായി നൈട്രോ ബെൻസീൻ എന്ന സിസ്റ്റത്തിൽ ഓർത്തോ പാരാ പൊസിഷനുകളിൽ പോസിറ്റീവ് ചാർജ് വരുന്നു. അതായത് ബെൻസീൻ റിംഗിലെ ഓർത്തോ പാരാ പൊസിഷനുകളിലെ ഇലക്ട്രോണിന്റെ ഡെൻസിറ്റിയെ അത് കുറയ്ക്കുന്നു. അപ്പോൾ താരതമ്യേന കമ്പാരിറ്റീവ്ലി മെറ്റാ പൊസിഷനുകളിൽ ഈ കാണുന്ന പൊസിഷനാണ് മെറ്റ. ഓക്കെ, ഈ കാണുന്ന പൊസിഷനാണ് മെറ്റ. സോ മെറ്റാ പൊസിഷനുകളിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോണുകളെ ഇഷ്ടപ്പെടുന്ന ഇലക്ട്രോഫൈലുകൾ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയ പ്ലേസ് ആയ മെറ്റാ പൊസിഷനുകളിലാണ് എന്ന് പറയുമ്പോൾ നൈട്രോ ഗ്രൂപ്പ് ഈസ് എ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അപ്പോൾ നൈട്രോ ഗ്രൂപ്പ് ഇലക്ട്രോഫൈൽ വരുമ്പോൾ അത് മെറ്റാ ഡയറക്ഷനിൽ വരണം. ഇതെന്താണ്? ഇത് ഓർത്തോ. ഇനി ഇതെന്താണ്? ഇത് മെറ്റ. ഇതെന്താണ്? ഇത് പാര. ഇതാണെങ്കിലോ ഇതും പാര. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? മെറ്റ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എന്താണ്? ഓപ്ഷൻ സി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒരു ബെൻസീൻ സിസ്റ്റത്തിലെ നമുക്ക് കാണുമ്പോൾ അറിയാം ഇവിടെ 2 ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പൊ ഇത് റെസൊണൻസ് സ്ട്രക്ചറിനകത്ത് വരുന്ന ഒരു സ്ട്രക്ചേഴ്സ് ആണ് ഇവയൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്തത് മാത്രം മതി. എന്താണ്? NO2 is a meta directing group. അതോടൊപ്പം നിന്ന് അറിഞ്ഞിരിക്കുക NO2 എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് മെറ്റാ പൊസിഷനുകളിൽ ഇലക്ട്രോഫൈലുകളെ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമ്മുടെ ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ സി. നോക്കുക, മെറ്റാ പൊസിഷനിൽ എന്തുണ്ട്? പാരാ പൊസിഷനിൽ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. കണ്ടോ? പാരാ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ പാരാ പൊസിഷനിൽ പോസിറ്റീവ് ചാർജും മെറ്റാ പൊസിഷനിൽ ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം, which of the following species is not electrophilic in nature? എന്താണ് not electrophilic? ഇലക്ട്രോഫിലിക് അല്ലാത്തത് ഏത് എന്നാണ്. തിരിഞ്ഞു പോകരുത്. not electrophilic in nature. അപ്പോൾ നമുക്ക് ഇലക്ട്രോഫൈലുകൾ തന്നിട്ടുണ്ട്. അവയിൽ ഇലക്ട്രോഫിലിക് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻ ഡി നിന്ന് വരാം. നൈട്രോ NO2+.
നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞേ ഉള്ളൂ എന്താണ് NO2 എന്ന് പറഞ്ഞത് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് എന്ന് പറയുമ്പോൾ നൈട്രോ ഗ്രൂപ്പിലേക്ക് ഇലക്ട്രോണുകളെ അത് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോഫൈൽ ആണ്. കൂടാതെ പ്ലസ് ചാർജ് ഉണ്ട്. പ്ലസ് ചാർജ് ഉള്ളതാണല്ലോ മൈനസ് ചാർജിനെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ NO2 എന്താണ്? ഇലക്ട്രോഫൈൽ ആണ്. നമുക്ക് വേണ്ടത് ഇലക്ട്രോഫിലിക് അല്ലാത്തതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കാം. BH3 എന്താണ്? BH3 ബോറോൺ ട്രൈഹൈഡ്രൈഡ്. ബോറോൺ ട്രൈഹൈഡ്രൈഡ് BH3. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്താണ്? ബോറോൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ബോറോൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അപ്പോൾ ഇതിന് ഇലക്ട്രോൺ പെയറുകളെ അത് അക്സെപ്റ്റ് ചെയ്യും. ലൂയിസ് ആസിഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് കോമ്പൗണ്ടുകളിൽ ബോറോണിന്റെ കോമ്പൗണ്ടുകളെല്ലാം വരുന്നുണ്ട്. BH3, BF3, B2H6 ഇവയെല്ലാം ലൂയിസ് ആസിഡ് ആണ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ പെയറുകളെ അക്സെപ്റ്റ് ചെയ്യുന്നവ, ഇലക്ട്രോൺ പെയറുകളെ ഇഷ്ടപ്പെടുന്നവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെന്റലിസം തന്നെയാണ്, ഇലക്ട്രോഫൈൽ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി അല്ല. ഇനി ഓപ്ഷൻ എ നോക്കാം. Cl+. ക്ലോറോണിയം അയോൺ. ക്ലോറോണിയം അയോൺ ഇത് എന്താണ്? ഇത് ഇലക്ട്രോഫൈൽ ആണ്. കാരണം ഒന്നാമത് ഇത് പ്ലസ് ചാർജ് ഉണ്ട്, അതുകൊണ്ട് ഇലക്ട്രോഫൈൽ ആവണമെന്നില്ല. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ക്ലോറിൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റീവായ എലമെന്റ് ആണ്. ഇതിന് ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുകയാണെങ്കിൽ ഇത് Cl ആറ്റം ആകുന്നു, അത് Cl2 മോളിക്യൂൾ ആയിട്ട് മാറും. അപ്പൊ Cl2 മോളിക്യൂൾ ആകാനാണ് ഇത് ശ്രമിക്കുന്നത്. Cl2 മോളിക്യൂൾ ആകണമെങ്കിൽ ഇതിന് ആദ്യം വേണ്ടത് ഇലക്ട്രോണുകളാണ്. അപ്പോൾ ഇത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് ഇലക്ട്രോഫൈൽ ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരമല്ല. ഇനി ഓപ്ഷൻ സി നോക്കാം. H3O+. എന്താണ് H3O+? ഹൈഡ്രോണിയം അയോൺ. ഹൈഡ്രോണിയം അയോൺ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹൈഡ്രോണിയം അയോൺ ഉണ്ടാകുന്നത് ഒരു സ്ട്രോങ് ആസിഡ് തന്റെ പ്രോട്ടോണിനെ അത് വാട്ടറിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ വാട്ടർ മോളിക്യൂൾ ആ പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്താണ് ഹൈഡ്രോണിയം എന്ന് പറയുന്ന അയോൺ രൂപപ്പെടുന്നത്. അല്ലാതെ ഹൈഡ്രോണിയം എന്ന് പറയുന്ന അയോൺ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ഒരു സ്പീഷീസ് അല്ല. എങ്ങനെയാണ്? ഒരു ആസിഡ് പ്രോട്ടോണിനെ വാട്ടറിലേക്ക് റിലീസ് ചെയ്യുകയും ആ പ്രോട്ടോണിനെ വാട്ടർ അക്സെപ്റ്റ് ചെയ്തുണ്ടാകുന്ന അയോണാണ് ഹൈഡ്രോണിയം അയോൺ. അല്ലാതെ ഇത് ഹൈഡ്രോണിയം എന്ന് പറയുന്ന സ്പീഷീസ് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന ഒരു നേച്ചർ അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, ഹൈഡ്രോണിയം. H3O+ ആണ് നമ്മുടെ ശരി ഉത്തരം. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ ചോദ്യം 2020 നീറ്റിൽ ചോദിച്ച ചോദ്യമാണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യം. പേപ്പർ ക്രോമറ്റോഗ്രഫി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഈ ചോദ്യം വന്നിരിക്കുന്നത് ക്രോമറ്റോഗ്രഫി എന്ന ടെക്നീക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടെക്നീക്സ് ഒന്ന് വായിച്ചിട്ട് പോവുക. ക്രോമറ്റോഗ്രഫിയിൽ നിങ്ങൾ ആ എക്സാമ്പിൾസ് ഒക്കെ നോക്കുക. ഏതൊക്കെ എക്സാമ്പിൾ ഏതൊക്കെ കാറ്റഗറിക്കകത്താണ് വരുന്നതെന്ന് നിങ്ങൾ നല്ലതുപോലെ അറിഞ്ഞിരിക്കുക. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് പേപ്പർ ക്രോമറ്റോഗ്രഫിയാണ്. പേപ്പർ ക്രോമറ്റോഗ്രഫി ഈസ് an example of ഓപ്ഷൻ എ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി, ഓപ്ഷൻ ബി പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി, ഓപ്ഷൻ സി തിൻ ലെയർ ക്രോമറ്റോഗ്രഫി, ഓപ്ഷൻ ഡി കോളം ക്രോമറ്റോഗ്രഫി. ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി. പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിയുടെ അകത്ത് വരുന്നതാണ് പേപ്പർ ക്രോമറ്റോഗ്രഫി. നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് പേപ്പർ ക്രോമറ്റോഗ്രഫി ഈസ് എ കൈൻഡ് ഓഫ് പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി. അപ്പോൾ നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യം ഡിസ്കസ് ചെയ്യാം. എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 3 വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 3 നീറ്റ് എക്സാമുകളിൽ 3 വർഷങ്ങളിലും ചോദിച്ച ചോദ്യമാണ്. The most suitable method of separation of 1:1 mixture of orthonitrophenol and paranitrophenol is. അതായത് 1:1 mixture of, അതായത് 50-50 mixture അല്ലെ, സെയിം എമൗണ്ട് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത്? ഓർത്തോനൈട്രോഫീനോളും പാരാനൈട്രോഫീനോളും തമ്മിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ഓർത്തോനൈട്രോഫീനോളും പാരാനൈട്രോഫീനോളും ഉള്ള മിക്സ്ചറിനെ നമ്മൾ ഈ 2 കോമ്പോണന്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്യൂട്ടബിൾ മെത്തേഡ് ഏതെന്നാണ് ചോദ്യം. ക്രോമാറ്റോഗ്രഫി, ക്രിസ്റ്റലൈസേഷൻ, സ്റ്റീം ഡിസ്റ്റിലേഷൻ, സബ്ലിമേഷൻ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം
ഓർത്തോ നൈട്രോഫിനോളും പാരാനൈട്രോഫിനോളും സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക. അവിടെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഓർത്തോ നൈട്രോഫിനോൾ. ഓർത്തോ നൈട്രോഫിനോൾ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം? ബെൻസീൻ റിംഗ് നമ്മൾ ആദ്യം വരയ്ക്കണം. ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗിൽ എന്താണുള്ളത്? നമുക്ക് ഫീനോൾ ഉണ്ടല്ലേ? OH ഫീനോൾ. ഇനി ഫിനോളിന്റെ ഓർത്തോ പൊസിഷൻ, അതായത് ഇത് അല്ലെങ്കിൽ ഇത് നമുക്ക് ഇവിടെ വരയ്ക്കാം. അവിടെ എന്താ പറയുക? നൈട്രോ വരും. അപ്പോൾ എന്ത് വരും? N നൈട്രോ, NO2 നൈട്രോ. ഓക്കെ, ഓർത്തോ നൈട്രോഫിനോൾ. ഇനി ഇവയുടെ പ്രത്യേകത എന്താണ്? ഓർത്തോ നൈട്രോഫിനോളിന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, രണ്ട് സ്പീഷീസുകളും ഓർത്തോ പൊസിഷനിലാകുമ്പോൾ ഇലക്ട്രോ നെഗറ്റീവ് ആയ ഓക്സിജൻ ഹൈഡ്രജനുമായിട്ടൊരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഹൈഡ്രജൻ ബോണ്ടിന്റെ പ്രത്യേകത ഇത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. എന്താണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്? ഈ കോമ്പൗണ്ട് ഏതാണ്? ഓർത്തോ നൈട്രോഫിനോൾ. ഓർത്തോ നൈട്രോഫിനോൾ. ഇത് ഓർത്തോ നൈട്രോഫിനോൾ. ഓർത്തോ നൈട്രോഫിനോളിൽ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഇത് ആ മോളിക്യൂളിന്റെ അകത്താണ് ബോണ്ടിങ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ മറ്റു മോളിക്യൂളുകളുമായിട്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വീക്ക് ആണ്. ഇനി നമുക്ക് പാരാനൈട്രോഫിനോൾ നോക്കാം. പാരാനൈട്രോഫിനോൾ പഴയതുപോലെ ബെൻസീൻ റിംഗ് നമ്മൾ വരയ്ക്കുക. ബെൻസീൻ റിംഗ് വരച്ചു. ഇനി ഇവിടെ നമുക്ക് എന്ത് വരും? നൈട്രോ, NO2 കോർഡിനേറ്റ് ബോണ്ട് ഡബിൾ ബോണ്ട് O. ഇനി പാരാനൈട്രോഫിനോൾ എന്ന് പറയുമ്പോൾ പാരാ പൊസിഷനിലാണ് OH വരുന്നത്. എന്നാണ് പാരാനൈട്രോഫിനോൾ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പാരാ പൊസിഷനിലാകുമ്പോൾ അടുത്ത മോളിക്യൂളുമായിട്ട് തൊട്ടടുത്ത് കാണുന്ന പാരാനൈട്രോഫിനോളിലെ ഹൈഡ്രജനുമായിട്ട് എന്ത് ബോണ്ട് ഫോം ചെയ്യുന്നു? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത മോളിക്യൂൾ വരും. ഇവിടെ അടുത്ത പാരാനൈട്രോഫിനോൾ മോളിക്യൂൾ നമുക്ക് വരയ്ക്കാൻ കഴിയും. അപ്പൊ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ ഇവിടെ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിന് ഫോം ചെയ്യുന്നുണ്ട്. രണ്ടല്ല, ഇങ്ങനെ ചെയിൻ പോലെ പോകും. അപ്പോൾ മോളിക്യൂളുകൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്, ഇതിന്റെ പറഞ്ഞ പേര് ഇന്റർ മോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നാണ്. എന്താണ് ഇന്റർ മോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ടിങ്? അപ്പോൾ ഇവിടെ ഇൻട്രായാണ്, ഇവിടെ ഇന്റർ ആണ്. അപ്പോൾ ഇന്റർ മോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആകുമ്പോൾ മോളിക്യൂൾ തമ്മിൽ അട്രാക്ട് ചെയ്യുമ്പോൾ ഇവ ഹൈലി വോളട്ടൈൽ അല്ല. ഇത് ഹൈലി വോളട്ടൈൽ ആണ്. ഇതെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് വേപ്പർ ആയിട്ട് പോകില്ല വെൻ കമ്പയർഡ് ടു ഓർത്തോ നൈട്രോഫിനോൾ. അപ്പോൾ ഇവയുടെ ബോയിലിംഗ് പോയിന്റ് ഡിഫറെന്റ് ആണ്. എന്താണ് ഇവയുടെ ബോയിലിംഗ് പോയിന്റ് ഡിഫറെന്റ് ആണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ്. എന്താണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ? ഇപ്പൊ നമ്മുടെ ശരീരത്തിലും എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഈ രണ്ട് കോമ്പൗണ്ടുകൾ തമ്മിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടി വ്യത്യാസം വരുന്നത് ബോയിലിംഗ് പോയിന്റിലാണ്. ഓർത്തോ നൈട്രോഫിനോൾ എന്ന് പറയുന്നത് ഹൈലി വോളട്ടൈൽ ആണ്. പാരാനൈട്രോഫിനോൾ എന്ന് പറയുന്നത് ലെസ് വോളട്ടൈൽ ആണ് വെൻ കമ്പയർഡ് ടു ഓർത്തോ നൈട്രോഫിനോൾ. അപ്പോൾ ഇവയ്ക്ക് രണ്ടും ബോയിലിംഗ് പോയിന്റ് നല്ല വ്യത്യാസമുള്ളത് കൊണ്ട് ഇവയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം. Nitrogen detection in an organic compound is carried out by Lessagnès test. The blue color formed corresponds to which of the following formulae? നമ്മൾ അവിടെ Lessagnès test എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ടെസ്റ്റ് പഠിക്കാനുണ്ട് ചാപ്റ്ററിൽ. അവിടെ നൈട്രോജൻ എന്ന് പറയുന്ന എലമെന്റിന്റെ ഡിറ്റക്ഷന് വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രഷ്യൻ ബ്ലൂ കളർ ഫോം ചെയ്യും. ആ പ്രഷ്യൻ ബ്ലൂ കളർ ഫോം ചെയ്യുന്ന കോംപ്ലക്സിന്റെ ഫോർമുല ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏത് എന്നാണ് ചോദ്യം. ഇവര് 4 ഓപ്ഷൻസ് മേലാണ് സിമിലർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ പഠിച്ചിട്ടുള്ള ആൾക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുകയാണ്. നിങ്ങൾ പഠിക്കുക. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Fe4Fe Cl 6 times the whole thrice. ഇതിന്റെ പേരെന്ന് പറയുന്നത് അയൺ 3 ഹെക്സാസയനോഫെറേറ്റ്. എന്താണ് അയൺ 3 എന്ന് പറയാൻ കാരണം
ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആണ്. കാരണം നമ്മൾ എന്താണ് മുൻ പാഠങ്ങളിൽ നമ്മൾ ചെയ്തു, താഴെ കാണുന്ന നമ്പറുകളെ നമ്മൾ ക്രോസ് ആയിട്ട് മുകളിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. അപ്പോൾ Fe3+ എന്ന് വരും, അയൺ 3. ഇനി 6 സയനോ ഗ്രൂപ്പ് ഉണ്ട്, 6 സയനൈഡ് ഉണ്ട്. സോ ഹെക്സാ സയനോ. ഇനി ഫെറൈറ്റ് ഇവിടെ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2+ ആണ്. സോ അയൺ 3 ഹെക്സാ സയനോ ഫെറൈറ്റ്, ഹെക്സാ സയനോ ഫെറൈറ്റ്. ഇതാണ് ഇതിന്റെ ഫോർമുല. ഫെറൈറ്റ് ഇവിടെ 2+ ആണ്. അപ്പൊ അതും കൂടെ പഠിച്ചിരിക്കുക. അയൺ 3 ഹെക്സാ സയനോ ഫെറൈറ്റ്. ഒരു പക്ഷേ ഇതിന്റെ IUPAC നെയിം ആയിട്ട് നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ IUPAC നെയിം എന്താണ്? അയൺ 3 ഹെക്സാ സയനോ ഫെറൈറ്റ്. കോമൺ നെയിം എന്ന് പറയുന്നത് ഫെറിക് ഫെറോസയനൈഡ്, ഫെറിക് ഫെറോസയനൈഡ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. Fe4 FeCN 6 times the whole thrice. ഇതാണ് ശരി ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അവസാനത്തെ ചോദ്യം നമ്പർ 10. ജൽദാസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദി എസ്റ്റിമേഷൻ ഓഫ്. ആ ചാപ്റ്ററിന്റെ അവസാനം വരുന്ന മെത്തേഡ്സ് ആണ് കാരിയസ് മെത്തേഡ്, ജൽദാസ് മെത്തേഡ്, ഡ്യൂമാസ് മെത്തേഡ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ജൽദാസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് എലമെന്റ് എസ്റ്റിമേഷൻ എന്നാണ്. ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, നൈട്രോജൻ ആണ് ശരി ഉത്തരം. ജൽദാസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദി എസ്റ്റിമേഷൻ ഓഫ് നൈട്രോജൻ. നൈട്രോജൻ എന്ന് പറയുന്ന എലിമെന്റിന്റെ എസ്റ്റിമേഷൻ, എത്ര എമൗണ്ട് നൈട്രോജൻ ആണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ജൽദാസ് മെത്തേഡ്. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. ഹലോ ഫ്രണ്ട്സ്, ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന +1 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ 12ാമത്തെ ചാപ്റ്ററിനെ ആസ്പദമാക്കി മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള നീറ്റ് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് 2ാം ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ നോട്ടിഫിക്കേഷൻസ് ഓൾ എന്ന് കൊടുക്കുന്നതിലൂടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.